അത് തീരുന്നുള്ളൂ സാർ. ഇറ്റ് ടു ടൈറ്റ് കമ്മിറ്റ്. അല്ല, തരാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. അത്ര പെട്ടെന്ന് തരാൻ പറ്റില്ല എന്നുള്ളത് കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞോളൂ. ഐ ട്രൈ മൈ ബെസ്റ്റ്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ. ഞാൻ അന്നേ പറഞ്ഞാണ് അയാളെടുത്ത്. അപ്പോൾ പറഞ്ഞ് ബഡ്ജറ്റില്ലെന്ന്. ഡി ഐ ജി കമോൺ. ആ ഡി ഐ ജി ക്യാബിനിലേക്ക് ഒന്ന് വേഗം വരുമോ? സാർ, മേ കമൻ? യെസ് പ്ലീസ്. സാർ, സൂരജിൻ്റെ വർക്ക് നാളത്തേക്കേ ആവുള്ളൂ ഞാൻ പറഞ്ഞിരുന്നു. സാർ ഓക്കെ പറഞ്ഞായിരുന്നു. അതല്ലടോ പ്രശ്നം. നമ്മുടെ തൃശ്ശാലില്ലേ, അവൻ്റെ അവാർഡ് നൈറ്റിൽ ബോളിവുഡ് സ്റ്റാർ വരാമെന്നുള്ള പറഞ്ഞിരുന്നത്. അതെ. ലാസ്റ്റ് മൊമെൻറ്റിൽ പുള്ളി വരില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അന്നേ അവരുടെ അടുത്ത് പറഞ്ഞാണ് നിതിനെങ്ങാനും വിളിച്ചാൽ മതി എന്നുള്ളത്. അപ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം കൈയും കാലും പിടിച്ചിട്ട് നിതിനെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ നമ്മളൊക്കെ ആ ഒരു ബോളിവുഡ് സ്റ്റൈലല്ലേ സാർ അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്? അതാണ് ഇപ്പോഴത്തെ ചലഞ്ച്. അതവർക്ക് ഇഷ്ടപ്പെട്ടു. നാളെ 11 മണിക്ക് മുമ്പായിട്ട് ലോക്കൽ ഫ്ലേവറിൽ ഒരു കോൺസെപ്റ്റ് സ്ക്രിപ്റ്റ് ചെയ്തു കൊടുക്കണം. അതാന്ന് പെട്ടെന്ന് ചെയ്തു തരണം പ്ലീസ്. അത് നമുക്ക് അയ്യോ അത് നടക്കില്ല സാർ. അതായത് ആകെ മൊത്തം റീവർക്ക് ചെയ്യണ്ടേ സാർ. പിന്നെ എന്താ പറയുക, ലോക്കൽ ഫ്ലേവർ ആക്കാന്നൊക്കെ പറഞ്ഞാൽ ഫ്രഷ് ആയിട്ട് പ്ലാൻ ചെയ്യണം. അത് തന്നെ കൊണ്ട് പറ്റും. ടേക്ക് ഇറ്റ് ആസ് എ ചലഞ്ച് യാർ. അത് പറ്റില്ല സാർ. ഞാനിനിയിപ്പോൾ തലകുത്തി നിന്നാലും രാത്രിത്തേക്ക് ഇതാവില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സാമ്പത്തിക പരാധീനതകൾക്കൊക്കെ ഇടയിൽ നിൽക്കുമ്പോൾ ഒരാളുടെ ഭാവനയൊക്കെ എങ്ങനെ വർക്ക് ചെയ്യാനാണ് സാർ? അത് തൻ്റെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും. നാളെ ഞാൻ ശരിയാക്കാം. താൻ ഇപ്പം പോയിട്ടൊരു കോൺസെപ്റ്റ്, അടിപൊളി കോൺസെപ്റ്റ് ഉണ്ടാക്കുക. ഭയങ്കര പ്രസ്റ്റീജിയസ് ക്ലയൻ്റാണ്, നമുക്ക് അവരെ ഓട് ചെയ്യാൻ പറ്റില്ലെന്ന്. അല്ല അതല്ല സാർ. ഇപ്പം ഞാൻ പറയുന്ന സാറിന് മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് രാവിലെ ഞാൻ വീട്ടിലെ കാശ് അയക്കാന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ കയ്യിലാണെങ്കിൽ ഇപ്പോൾ വീട്ടിൻ്റെ റെന്റ് കൊടുക്കാനുള്ള കാശ് കഷ്ടിച്ചേ ഉള്ളൂ. സാറിന് അറിയാലോ, ബാച്ചിലേഴ്സിനും അവരുടേതായ ചിലവുകളല്ലേ സാർ. അതാ ഞാൻ ഓൾറെഡി ആകെ ടെൻഷനിലാണ്. കാരണം കുറേ കടം തീർക്കാനുണ്ട്. ആ കടക്കാരൊക്കെ നാളെ രാവിലെ എൻ്റെ വീട്ടിൽ വന്നാൽ പിന്നെ എനിക്കിങ്ങോട്ട് വരാൻ പോലും പറ്റില്ല സാർ. അതാലോചിക്കുമ്പോൾ എങ്ങനെ സാർ ഭാവന വരുന്നത്? മനസ്സിലായി. തൻ്റെ സാലറി ഞാൻ ഇപ്പം തന്നെ ക്രെഡിറ്റ് ചെയ്യാം. 20K ഓൺലി. പോരെ? തൽക്കാലത്തേക്ക് ഭാവന വരാനത് മതിയാവും സാർ. സാർ, വൺസ് അഗൈൻ യു ആർ ഗ്രേറ്റ്. സ്റ്റാഫിൻ്റെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയത് പരിഹരിക്കുന്നു സാർ. ഐ സല്യൂട്ട് യു. താൻ പോയി പെട്ടെന്ന് പണിയെടുക്കും. 10 മിനിറ്റിനുള്ളിൽ സാലറി തൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. ഓക്കെ. ബട്ട് നാളെ കാലത്ത് 10:30 അടിപൊളി സ്ക്രിപ്റ്റ് എൻ്റെ ഡെസ്കിലുണ്ടാവണം. സാറിൻ്റെ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ സാറിന് പണി തന്നിരിക്കും. അല്ലത് മലയാളത്തിൽ പറഞ്ഞപ്പോൾ അതായത് വർക്ക് സബ്മിറ്റ് ചെയ്തിരിക്കും. അതാണ് ഉദ്ദേശിച്ചത്. ഭാവന ചെറുതായിട്ട് വന്നു തുടങ്ങി. സമയങ്ങൾ അത് പോട്ടെ സാർ. ഞാൻ താങ്ക് യു സാർ. സാർ സല്യൂട്ട് യു. നേരത്തെ പറഞ്ഞ അടിപൊളി മൂവി അല്ലേ സാം? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സാം റൊമാൻറ്റിക് മൂവീസ് ഒക്കെ കാണാറുണ്ടോ? കുറവാണ്, സയൻസ് ഫിക്ഷനാണ് കൂടുതലും. അയ്യോ, അപ്പം ഇത് ഇഷ്ടപ്പെട്ടില്ല? അങ്ങനെയൊന്നുമില്ല. ഇനി റൊമാൻറ്റിക് മൂവീസ് കണ്ടു തുടങ്ങണം. ഗുഡ്. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഒന്നല്ല, താൻ 3 കാര്യം പറഞ്ഞു. അല്ല, ഇന്ന് തന്നെ ട്രീറ്റ് അല്ലേ? എനിക്ക് വിശന്നിട്ട് വയ്യ. ഡിന്നർ എവിടെയാന്ന് പറ. ദിവ്യ, ഞാൻ പറയുന്ന കാര്യം താൻ ആലോചിച്ച് തീരുമാനം എടുക്കണം. നമ്മൾ പരിചയപ്പെടുന്നത് അവി ത്രൂ ആണ്. ഓക്കെ. ഞാനൊരു വിഷമഘട്ടത്തിൽ നിന്നപ്പോഴാണ് ദിവ്യ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നത്. ഈ ബിസിനസ്സും ജീവിതവും ഒരുമിച്ച് മിക്സ് ചെയ്യാൻ പാടില്ലെന്നാണ്. താനല്ലേ റൊമാൻറ്റിക് മൂവീസ് കാണാറില്ല എന്ന് പറഞ്ഞത്? എന്നിട്ട് ഡയലോഗ് കൃത്യമായിട്ട് അടിച്ചു പറ്റിട്ടുണ്ടല്ലോ. ഈ ഡയലോഗ് സിനിമയിലുണ്ടോ? ഏത് സിനിമ? താനിപ്പോ പറഞ്ഞ ഡയലോഗ് ഇല്ലേ, ഈ വ്യാപാരം പ്യാറും മിക്സ് ചെയ്യാൻ പാടില്ലാന്ന്. ഇതുണ്ടല്ലോ, ബാൻ ബജാ ബാരാത്തിലെ ഡയലോഗാണ്. ഞാൻ സത്യമായിട്ടും പടം കണ്ടിട്ടില്ല. ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് പറഞ്ഞു. അത് നീ നാളെ കണ്ടാ മതി. എനിക്കിപ്പോ വിശന്നിട്ട് വയ്യ, ഭക്ഷണം കഴിക്കാം. ചൈനീസ്. ഓക്കെ. എടാ നീ പോണ്ടോ? എടാ നീയും കൂടെ പോയി കഴിഞ്ഞാൽ ഞാനിവിടെ ലക്കിയുടെയും സാമിൻ്റെയും ചളി കേട്ട് മരിക്കും. ഓഹോ, ആ ദിവ്യം കൂടെ വന്നാൽ പിന്നെ തീർന്നു. നീ ഏറെ കൊല്ലാതിരുന്നാ മതി. എടാ നിന്നോട് ഞാൻ വരട്ടെ? അവരറിയില്ലടാ.
നിനക്കിപ്പോൾ ഓഫീസിൽ പോകണ്ടേ? എടാ നീ ഭയങ്കര സെൽഫിഷാണോ? ഞാൻ നിന്നെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ഞാനും മിസ് ചെയ്യോളാം. നീ മനുഷ്യനെ വെറുതെ ഇമോഷണൽ ആക്കല്ലേ. പാക്കണം. എവിടാണ് നിന്റെ സെറ്റ്? അവർ നാളെ 3 Dot സ്റ്റുഡിയോയിലേക്ക് ചെല്ലാനാണ് പറഞ്ഞത്. ഓ അവിടെ ഒരു ചെറിയ സീനുണ്ട്. സീനാണ് ഞാനും വരടാ കൂടെ. എടാ സീൻ. ആ പിന്നെ അവരുടെ വണ്ടിയിലായിരിക്കും അവിടെ നിന്നൊക്കെ പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ അറിയുള്ളൂ വേറെ ലൊക്കേഷൻസ് ഒക്കെ എവിടെയാണെന്ന്. നീ നാളെ കറക്റ്റ് ലൊക്കേഷനൊക്കെ മനസ്സിലാക്കി എന്നെ വിളിച്ചു പറ. മറ്റന്നാൾ ഞാൻ അങ്ങോട്ട് വരാം. എന്നിട്ട് വേണം 2ാമത്തെ ദിവസം തന്നെ എൻ്റെ സെറ്റിൽ നിന്ന് വിളിച്ച് പുറത്താക്കാൻ. അങ്ങനെ പറയാതറാ, ഞാൻ ശരിക്കും തന്നെ മിസ് ചെയ്യടാ. എന്തുവാണ്? ഞാനും മിസ് ചെയ്യോളിയാ. മിസ് ചെയ്താലും പറ്റും. എന്തായാലും 2 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ, അത് പെട്ടെന്ന് അങ്ങ് പോവും. പിന്നെ 2ാമത്തെ ഷെഡ്യൂള് എനിക്ക് തോന്നുന്നത് ഗോവയിലാണ്. അത് പിന്നെ ഡിസംബറൊക്കെ ആവും. ചെറിയ കാര്യമുള്ളൂ, അതൊക്കെ പെട്ടെന്ന് പോയിക്കോളും. പിന്നെ നിങ്ങൾക്ക് സെറ്റിലേക്ക് വരാമല്ലോ എപ്പോൾ വേണമെങ്കിലും. ഷൂട്ടില്ലാത്ത സമയത്ത് ബ്രേക്ക് ടൈമിൽ ഞാൻ ഇങ്ങോട്ടും വരും. പോരെ? നീ ഇങ്ങോട്ട് വന്നോളണം, അല്ലെ ഞങ്ങൾ അങ്ങോട്ട് വരും. കംപ്ലീറ്റ് അലമ്പാക്കും പറഞ്ഞേക്കാം. എടാ ലക്കി അവിടെ. ലക്കി രാവിലെ തന്നെ എൻ്റെ ബൈക്ക് എടുത്തിട്ട് എറണാകുളം കാണാൻ പോയിട്ടുണ്ട്. അവള് ഫസ്റ്റ് പറയാൻ മാക്സിമം മുതലാക്കാണ്. വേറൊരുത്തരം അവന്റെ ഡേറ്റിംഗ് കഴിഞ്ഞിട്ട് അവിടെ വന്ന് TV കാണാണ്. അവന്റെ മുഖത്ത് ചിരി കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല അളിയാ. എടാ അവൻ എന്നാലും ദിവ്യ എങ്ങനെ സമ്മതിപ്പിച്ചടാ? അവനെ മെയിലും എഴുതിയത് നീ കണ്ട? ദിവ്യക്ക് എന്നാലും ഇങ്ങനൊരു അബദ്ധം പറ്റും? പോടാ, അവൻ ബ്രില്യൻ്റ് ആണ്. ഇതേ അവിടെ സിനിമയും കണ്ട് ഡിന്നറും കഴിഞ്ഞ് അവിടെ വന്നിരുന്നിട്ടേ TV പൊളിറ്റിക്കൽ ഡിബേറ്റ് കണ്ടോണ്ടിരിക്കുകയാണ്. സ്മാർട്ട് ബോയ്. നല്ല കോമ്പിനേഷൻ, പ്രണയവും പൊളിറ്റിക്സും.